പ്രിയപ്പെട്ട കുട്ടികളെ, മാത്സ് അവറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് സബ്ജക്റ്റ് ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം വിദ്യാർത്ഥികൾക്ക് സഹായകരമായ രീതിയിൽ പഠന ഭാഗങ്ങളെ പാർട്ടുകളാക്കി തരംതിരിച്ചുകൊണ്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് മാത്സ് അവർ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ആദ്യമായാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. ഒപ്പം അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. മാത്സ് അവറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നമുക്ക് ആരംഭിക്കാം. നമുക്കറിയാം, ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസാണ്. കഴിഞ്ഞ SLC പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്കുകൾ 25 മാർക്കിന് അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ച ചാപ്റ്ററാണ് അരിത്തമെറ്റിക് സീക്വൻസ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. വളരെ ചെറിയ സംഭവങ്ങൾ മാത്രമാണ് അതിൽ പഠിക്കാനുള്ളത്. കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ തിയറി പഠിച്ചു കഴിഞ്ഞാൽ, അതായത് തിയറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഐഡിയ നമ്മുടെ മനസ്സിലേക്ക് കയറ്റി കഴിഞ്ഞാൽ വളരെ ലളിതമായി ഈ പാഠഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ നമുക്ക് കഴിയും. 10ാം ക്ലാസ് പരീക്ഷയുടെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള ചോദ്യങ്ങളുണ്ടാവും, ആവറേജ് ലെവലിലുള്ള ചോദ്യങ്ങളുണ്ടാവും, ഹൈ ലെവലിലുള്ള ചോദ്യങ്ങളുണ്ടാവും. ഈ ഹൈ ലെവലിലുള്ള ചോദ്യങ്ങളെ പിടിക്കാൻ കിട്ടിയാൽ തീർച്ചയായും A+ കിട്ടും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പം അത്തരത്തിലുള്ള എല്ലാ ചോദ്യങ്ങളിലേക്കും എത്താവുന്ന രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് പറയുന്നതിന് മുൻപ് നമ്മൾ എന്ത് കാണണം? സീക്വൻസ് എന്താണെന്ന് പറയണം. സീക്വൻസ് എന്താണെന്ന് അറിഞ്ഞാലല്ലേ അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് അറിയുള്ളൂ. സീക്വൻസ് അറിയാൻ എന്താണ് നമ്മുടെ സീക്വൻസ് എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോൾ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. സാധാരണയായി നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കുറേ സംഭവങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാച്ചുറൽ നമ്പേഴ്സ് മലയാളത്തിൽ പറയുമ്പോൾ എണ്ണൽ സംഖ്യ. അരിത്തമെറ്റിക് സീക്വൻസിന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് സമാന്തര ശ്രേണി എന്നാണ്. അപ്പോൾ സീക്വൻസിന് നമ്മൾ എന്ത് പറയും? ശ്രേണി എന്ന് പറയും. അപ്പോൾ നമ്മുടെ നമ്പേഴ്സ്, നമ്മൾ പഠിച്ച നമ്പേഴ്സ് ഉണ്ട് 1, 2, 3, 4, 5 etc. ഇതെന്താണ്? നമ്മൾ സ്ഥിരമായി എണ്ണാൻ ഉപയോഗിക്കുന്ന ഇൻഡിജേഴ്സ് എന്നറിയപ്പെടുന്ന, ഡിജിറ്റ്സ് എന്നറിയപ്പെടുന്ന നാച്ചുറൽ നമ്പേഴ്സ്. അതുപോലെ തന്നെ നമ്മൾ വേറെ സംഭവങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതിനെന്ത് പറയും നമ്മൾ? പറഞ്ഞോളൂ. എന്താണ്? ഈവൻ നമ്പേഴ്സ് അല്ലേ? ഇരട്ട സംഖ്യകൾ പഠിച്ചതാണ്. വേറൊരു സംഖ്യകൾ കൂടി ഉണ്ട്. ഇരട്ട സംഖ്യ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്താണ്? ഓഡ് നമ്പേഴ്സ്. ഏതൊക്കെയാണ്? 1, 3, പിന്നെ 5, 7, 9 അങ്ങനെ പോകും. ഇതൊക്കെ സീക്വൻസ് ആണ്. ഇതെല്ലാം ഇതുപോലെയുള്ള ഒരുപാട് സീക്വൻസ് ഉണ്ട്. അപ്പം ഇതിനെയാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീക്വൻസുകൾക്ക്, അതായത് പാറ്റേൺ എന്ന് പറയുന്ന ഒരു സംഭവമാണ് സീക്വൻസ്. ഇത്രയേ ഉള്ളൂ സീക്വൻസ് എന്ന് പറഞ്ഞാൽ. അത് പലതരത്തിൽ സീക്വൻസുകൾ വരാം. ഓരോന്നിനും ഓരോ കണക്റ്റഡ് ആണ്. ഇപ്പോൾ 1 കൂടി 1 ആഡ് ചെയ്യുമ്പോഴാണ് 2 കിട്ടുന്നത്. 2 കൂടി 1 ആഡ് ചെയ്യുമ്പോഴാണ് 3 കിട്ടുന്നത്. 3 കൂടി 1 ആഡ് ചെയ്യുമ്പോഴാണ് 4 കിട്ടുന്നത്. അപ്പം അങ്ങനെ സീക്വൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പലതരത്തിൽ നമുക്ക് സീക്വൻസുകൾ ഉണ്ടാക്കാം. ഇതേപോലെ തന്നെ നമ്മുടെ വർഗം, സ്ക്വയേഴ്സ്, 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25. ഇതൊരു സീക്വൻസ് ആണ്. 1, 4, 9, 16, 25 വർഗങ്ങൾ എന്ന് പറയുന്ന സ്ക്വയർ നമ്മൾ. അതുപോലെ തന്നെ ക്യൂബ്, ഘനങ്ങൾ, ഇതൊക്കെ എന്താണ്? സീക്വൻസുകളാണ്. ഇനി ഈ സീക്വൻസുകളെ നമ്മൾ ഒരു സ്പെഷ്യൽ കാറ്റഗറിയിലേക്ക് മാറ്റുമ്പോഴാണ് അതിനെ നമ്മളത് പറയുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഈ സീക്വൻസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ടെക്സ്റ്റിലേക്ക് വരുന്ന എന്താണ്? ആൾജിബ്ര ഓഫ് സീക്വൻസ് ആണ്. എന്താണ് ആൾജിബ്ര? ആൾജിബ്ര ഓഫ് സീക്വൻസ് എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ ഭയങ്കര സംഭവം തോന്നും. എത്രയേ ഉള്ളൂ. പ്രേമം സിനിമയിൽ നമ്മുടെ ലൈഫ് ഫോട്ടോ പറയുന്ന പോലെ എന്താണ്? ജാവ കേട്ടിട്ടില്ല ആ ഡയലോഗ്? ജാവ വളരെ സിമ്പിളാണ്. അതുപോലെ ആൾജിബ്ര വളരെ സിമ്പിളാണ്. അപ്പൊ സിമ്പിളായിട്ടുള്ള സാധനം, പക്ഷെ പേര് കേൾക്കുമ്പോൾ നമുക്ക് എന്താവും? ഭയങ്കര സാധനം തോന്നും. പേര് കേട്ടാൽ ഭയങ്കര സാധനം തോന്നും. ചിലപ്പോൾ ഉള്ളിലേക്ക് എന്നാൽ ഒന്നും ഉണ്ടാവില്ല, കാറ്റ് പോയ ബലൂൺ പോലെ. അപ്പൊ ആ രീതിയിലേക്ക് ഈ ആൾജിബ്രയെ നമുക്ക് പഠിക്കാം. ആൾജിബ്ര എന്ന് പറഞ്ഞാൽ ഒരു സീരീസിന്റെ ജനറൽ ഫോമാണ് ആൾജിബ്ര എന്ന് പറയുന്നത്. പൊതുവായിട്ട് ആ സീരീസിനെ എങ്ങനെ സൂചിപ്പിക്കാം, അതാണ് ആൾജിബ്ര. ഇപ്പൊ നമുക്ക് 1, 2, 3, 4, 5 ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ n വരെ എത്തുമെന്ന് നമ്മൾ പഠിച്ചത് അല്ലേ? എണ്ണൽ സംഖ്യയുടെ അവസാനമാകുമ്പോൾ നമ്മൾ nth ടേം എന്ന് പറയും, അതിനെ n എന്ന് പറയും. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതാണ് ഈ സീരീസിന്റെ ആൾജിബ്ര ഫോം.
അപ്പൊ ആൽജിബ്ര ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? nth ടേമിൽ എന്താണോ വരുന്നത് അതാണ് അതിന്റെ ആൽജിബ്ര ഫോം. അപ്പൊ നമുക്ക് ഇതിനു മുൻപ് ഈ ആൽജിബ്ര ഫോം പഠിക്കുന്നതിന് മുൻപ് ഓരോ സീരീസിലെയും പൊസിഷനും ടേമും എന്താണെന്ന് പഠിക്കാം. നമ്മള് ഇതൊരു സീരീസാണ്. ഇതിന് നമുക്ക് ടേംസ് എന്ന് പറയും. ഇത് ഫസ്റ്റിലുള്ള ടേം ആയതുകൊണ്ട് നമ്മൾ അതിന് എന്ത് പറയും? ഫസ്റ്റ് ടേം എന്ന് പറയും. സെക്കൻഡിലുള്ള ടേമിന് നമ്മൾ സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം, സിക്സ്ത് ടേം, അങ്ങനെ അവസാനം n ടേമിന് നമ്മൾ പറയും എന്ത്? nth ടേം എന്ന് പറയും. അപ്പൊ ഇത് ഫസ്റ്റ് ടേം. അപ്പൊ നമുക്ക് ഇതിനെ ടേം എന്ന് പറയും. മുകളിൽ ഞാൻ എന്ത് ചെയ്തി? പൊസിഷൻ എന്ന് എഴുതി. കള്ളിയൊക്കെ വരയ്ക്കാൻ വേണമെങ്കിൽ നമുക്ക് കള്ളിയൊക്കെ വരച്ച് സെറ്റപ്പ് ആക്കിയിട്ട് ചെയ്യാം. ഇത് ഫസ്റ്റ് പൊസിഷനിലുള്ള ആൾ, ഫസ്റ്റ് ടൈം. ഇത് സെക്കൻഡ് പൊസിഷനിലുള്ള ആൾ, സെക്കൻഡ് ടൈം. ഇത് തേർഡ് പൊസിഷനിലുള്ള ആൾ, തേർഡ് ടൈം. ഫോർത്ത് പൊസിഷനിലുള്ള ആൾ, ഫോർത്ത് ടൈം. നമുക്ക് കിട്ടേണ്ടത് എന്താണ്? nth പൊസിഷനിൽ എന്താണോ അതാണ് നമുക്ക് കിട്ടേണ്ടത്. അതിനാണ് നമ്മൾ ആൾജിബ്രിക് ഫോം എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ എന്താണ്ടായത്? 1 4 ആയി. എങ്ങനെയായി എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. 1 എങ്ങനെയാണ് 4ലേക്ക് മാറിയത്? 2 എങ്ങനെയാണ് 8ലേക്ക് മാറിയത്? 3 എങ്ങനെയാണ് 12ലേക്ക് മാറിയത്? അപ്പൊ 1നെ ഒരു സംഖ്യ കൊണ്ട് കുടിച്ചപ്പോഴാണ് 4 കിട്ടിയിട്ടുണ്ടാവുക അല്ലെ? 1നെ എന്തുകൊണ്ട് കുടിച്ചു? 4 കൊണ്ട് കുടിച്ചു. അപ്പൊ നമുക്ക് 1 × 4 എന്ന് എഴുതാം. 2നെ 4 കൊണ്ട് കുടിച്ചപ്പോഴാണ് 8 കിട്ടിയത്. അപ്പോൾ 2 × 4 എന്ന് എഴുതാം. 3നെ 4 കൊണ്ട് കുടിച്ചപ്പോഴാണ് 12 കിട്ടിയത്. അപ്പൊ നമുക്ക് എന്ത് എഴുതി? 3 × 4. അടുത്ത എന്ത് എഴുതാം? 4 × 4. അപ്പൊ ഇവിടെ പോയ സംഭവം നോക്കി നോക്കൂ നിങ്ങൾ. ഈ 1ഉം 2ഉം 3ഉം 4ഉം എന്താണ്? ഇവിടെ കിടക്കുന്ന സാധനങ്ങളാണ്. 4 മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇവിടുത്തെ ലാസ്റ്റ് ടൈമിൽ നമുക്ക് എന്ത് എഴുതാം? n × 4. അപ്പൊ ഇതിന്റെ ആൽജിബ്ര ഫോം എന്ന് പറയുന്നത് എന്തായി കിട്ടി? 4n കിട്ടിയോ? ഇതാണ് ആൽജിബ്ര ഓഫ് സീക്വൻസ്. ഈ സീക്വൻസിന്റെ ആൽജിബ്ര എന്ന് പറയുന്നത് എന്താണ്? 4n ആണ്. ഇനി ഇതിൽ ഏത് വാല്യൂ കൊടുത്താലും നമുക്ക് ഓരോ ടൈം കിട്ടും. ഇപ്പൊ 4n നമ്മൾ n പകരം 1 കൊടുത്തു കൊടുക്കാം. 4 × 1 that is first term. n × 2 കൊടുത്തു, അപ്പോൾ 4 × 2 second term h. അടുത്ത n ന് 3 കൊടുത്തു, അപ്പോൾ 4 × 3 12 that is third term. മനസ്സിലായ? ഇത്രയുള്ള സംഭവം. അതായത് ഇതിനെ ജനറലൈസ് ചെയ്ത് എങ്ങനെ എത്താം, ഇതിന്ന് തിരിച്ചിങ്ങോട്ട് എത്തണം, അപ്പോഴാണ് ആൽജിബ്രിക് ഫോം ആവാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവം. അപ്പൊ നമുക്ക് ഈ ടേം എങ്ങനെ എത്തിയെന്നത്. ഇനി അടുത്തൊരു ടേം നോക്കാം. ഇതൊന്നും വായിക്കുന്നില്ല, ഒരു ചെറിയ എളുപ്പപ്പണി എടുക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ടേംസ് മാത്രം മാറ്റണം. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഫസ്റ്റ് പറഞ്ഞത്. ഇനി അടുത്ത നമുക്കിപ്പോ നമ്മള് സ്ക്വയേഴ്സ് പഠിച്ചു. 1 4 9 16 5 ആണെങ്കിൽ 25 അങ്ങനെ പോകും. വളരെ എളുപ്പത്തിൽ കിട്ടിയില്ല, ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ട്. ഓരോരുത്തരെ പറയാൻ തുടങ്ങി അവിടെ വന്നിട്ട്. എന്താണ്? ഓക്കെ, 1ന്റെ സ്ക്വയർ ആണിത് അല്ലേ? ഇതെന്താണ്? 2ന്റെ സ്ക്വയർ ആണ്. ഇവിടെ 3യുടെ സ്ക്വയർ ആണ്. ഇവിടെ 4ന്റെ സ്ക്വയർ ആണ്. ഇവിടെ 5ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ n-ന്റെ സ്ക്വയർ ആണ്. ആ n-ന്റെ സ്ക്വയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൽജിബ്ര ഓഫ് ദി സീക്വൻസ് എന്ന് പറയുന്നത്. ആൽജിബ്ര കാണാൻ പഠിച്ചില്ലേ? ഇനി ആൽജിബ്ര ഓഫ് സീക്വൻസ് തന്നാൽ നമുക്ക് എങ്ങനെ സീക്വൻസിക്ക് മാറ്റാം? n സ്ക്വയർ. ആൽജിബ്ര ഓഫ് സീക്വൻസ് എന്ന് പറയുന്നത് n സ്ക്വയർ ആണെന്ന് പറയും. ആൽജിബ്ര ഒരു സീക്വൻസിന്റെ ആൽജിബ്ര ഫോം എന്ന് പറയുന്നത് n സ്ക്വയർ ആണ്. ഒരു സീക്വൻസിന്റെ ആൽജിബ്ര ഫോം എന്ന് പറയുന്നത് n സ്ക്വയർ ആണ്. സീക്വൻസ് രൂപീകരിക്കാൻ പറഞ്ഞു. എത്ര ചെയ്യേണ്ടുള്ളൂ? n-ന് പകരം നമ്മൾ എന്ത് ചെയ്യാം? 1 കൊടുത്തു. അപ്പോൾ n സ്ക്വയർ എന്ന് പറയുന്നത് 1 സ്ക്വയർ ദാറ്റ് ഈസ് 1. അടുത്തത് n-ന് പകരം 2 കൊടുത്തു. അപ്പോൾ n സ്ക്വയർ എന്ന് പറയുന്നത് 2 സ്ക്വയർ ദാറ്റ് ഈസ് 2. അടുത്ത n-ന് പകരം 3 കൊടുത്തു, ദാറ്റ് ഈസ് n സ്ക്വയർ എന്ന് പറയുന്നത് 3 സ്ക്വയർ ദാറ്റ് ഈസ് 9. അപ്പോൾ സീക്വൻസ് എന്തായി? സോറി, ഇവിടെ 4 കേട്ടോ. സീക്വൻസ് എന്തായി? 1 4 9 എക്സെട്ര. അപ്പോൾ ഫോമിലേക്ക് സീക്വൻസിലേക്ക് മാറ്റാനും സീക്വൻസിൽ നിന്ന് ഫോമിലേക്ക് മാറ്റാനും നമ്മൾ പഠിക്കണം. ആൽജിബ്രയിലേക്ക് മാറ്റാനും
ഓൾജിബ്രയിൽ നിന്ന് ഫോമിലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്കൊരു സാധനം പഠിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കും. ഇപ്പോൾ ഒരു പാല കടക്കുമ്പോൾ നമ്മൾ പറഞ്ഞില്ല, പാലിടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ആവണം. ഒരു പാലട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ആവണം എന്ന് പറയാറില്ല നമ്മൾ. അതേപോലെ ഇങ്ങോട്ട് മാറ്റാനും പഠിക്കുമ്പോൾ അങ്ങോട്ട് മാറ്റാനും പഠിക്കണം. അതാണ് ഓൾജിബ്ര. അപ്പൊ സീക്വൻസിന്റെ ഓൾജിബ്ര ഫോം പഠിക്കാൻ പഠിച്ചല്ലോ. ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ജസ്റ്റ് ആ പേപ്പറും പേനൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ സിനിമ ടാക്കീസിൽ ഇരിക്കുന്നത് പോലെ ഇരുന്നാൽ എന്താ ഉണ്ടാവുക? അവസാനമാകുമ്പോൾ വീഡിയോ വീണ്ടും വീണ്ടും കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് എല്ലാ സംഭവങ്ങളും ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. വലിയ അക്ഷരത്തിൽ എഴുതി വെക്കുന്നു വേണ്ട. നമ്മൾ എന്ത് ചെയ്യാം? ജസ്റ്റ് സംഭവം നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഈ ഭാഗം ക്ലിയർ അല്ലേ? നമ്മൾ എന്ത് പഠിച്ചു? സീക്വൻസ് പഠിച്ചു. സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് പഠിച്ചു. ഓൾജിബ്രിക് ഫോം തന്നാൽ എങ്ങനെയാണ് സീക്വൻസിലേക്ക് മാറ്റുക എന്ന് നമ്മൾ പഠിച്ചു. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ 3, 5, 7 etc. ഇതൊരു ഓൾജിബ്രിക് ഫോമാണ്. സോറി, സീക്വൻസ് ആണ്. ഇതിന്റെ ഓൾജിബ്രിക് ഫോം എത്രയാണെന്ന് പറയാം. ഓൾജിബ്രിക് ഈ സീക്വൻസിന്റെ ഓൾജിബ്ര ഓഫ് ദി സീക്വൻസ് കണ്ടെത്താൻ പറയും. നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് പൊസിഷൻ ഇതാണ്, സെക്കൻഡ് ടേം ഇതാണ്, തേർഡ് ടേം ഇതാണ്. ഇവിടെ ഫസ്റ്റ് ടേം എന്താണ്ടായത്? 1 3n. 1നോട് കൂടി 2 കൂട്ടിക്കഴിഞ്ഞാൽ 3 ആവാം അല്ലേ? ഇവിടെ സെക്കൻഡ് ടേം. അപ്പൊ അതേപോലെ 2 സെക്കൻഡ് ടേമിനോട് കൂടി 2 കൂട്ടുമ്പോൾ 5 കിട്ടുമോ നോക്കണം. കിട്ടണില്ല. 2നോട് കൂടി 2 കൂട്ടി എന്താ കിട്ടുക? 5 കിട്ടുള്ളൂ. ഇവിടെ എന്താണോ ചെയ്തത് അത് ഇവിടെയും കിട്ടണം. പിന്നെ കൂട്ടിയാൽ കിട്ടില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? ഗുണിക്കുകയാണ് ചെയ്യുക. അപ്പൊ 1നെ 2 കൊണ്ട് ഗുണിച്ച് 2 കിട്ടില്ല, 3 കിട്ടില്ല, 2 ആണ് കിട്ടുക. അപ്പൊ 1നെ 2 കൊണ്ട് ഗുണിച്ചാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? എന്തെങ്കിലും കൂട്ടും വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 1നെ 2 കൊണ്ട് ഗുണിച്ചു, 1 കൂട്ടി നോക്കി. 1 × 2 2 + 1 = 3. അപ്പൊ ഇത് കിട്ടി. ഇനി ഇത് അതേപോലെ കിട്ടുമോ നോക്കാം. എന്താ ചെയ്യേണ്ടത്? 2നെ 2 കൊണ്ട് ഗുണിച്ചു, 1 കൂട്ടി. അപ്പൊ ഇത് കിട്ടിയില്ലേ? നമ്മൾ നോക്കൂ, ഈ സാധനം ശരിയായില്ലേ? ഇനി അടുത്തത് എന്ത് ചെയ്തു? 3നെ എന്ത് ചെയ്യാം? 2 കൊണ്ട് ഗുണിച്ചു, 1 കൂട്ടി. അപ്പൊ എന്ത് കിട്ടി? 3 × 2 6 6 + 1 7. വളരെ സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ? എന്താ ചെയ്തത്? ഈ പൊസിഷനിലുള്ള സംഖ്യനെ 2 കൊണ്ട് ഗുണിച്ചു, 1 ആഡ് ചെയ്തു. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 1 ആഡ് ചെയ്തു. അപ്പൊ ഓക്കെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? n × 2 + 1. n × 2 നമ്മൾ സാധാരണ പറയാറില്ല. നമ്മൾ എന്താ പറയാറ്? 2n എന്നാ പറയാറ്. അപ്പൊ നമ്മൾ എന്ത് പറയും? 2n + 1. അപ്പൊ 2n + 1 എന്ന് പറയുന്നതാണ് ഇതിന്റെ ഓൾജിബ്രിക് ഫോം എന്ന് പറയുന്നത്. ഇത്രയും ഭാഗം ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് സീക്വൻസ് പഠിച്ചു, ഓൾജിബ്രിക് ഫോം പഠിച്ചു. ഇനി നമ്മൾ എവിടേക്ക് പോകണം? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകണം. അപ്പൊ നമ്മൾ പേജ് നമ്പർ 16 പേജ് നമ്പർ 50 നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ. അപ്പോൾ നമ്പർ പാറ്റേൺ പറഞ്ഞു, സീക്വൻസ് പറഞ്ഞു. ഇനി എവിടേക്കാണ് പോണത്? ആദ്യത്തെ പാർട്ടിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യ പാർട്ടിൽ നമ്മൾ പഠിച്ചത് എന്താണ് നമ്പർ പാറ്റേൺ, പാറ്റേൺ എന്താണ്, സീക്വൻസ് എന്താണെന്ന് പഠിച്ചു. അതിന് നമ്മൾ ഓൾജിബ്രിക് ഫോമിലേക്ക് എങ്ങനെ മാറ്റാം, ഓൾജിബ്രിക് ഫോമിൽ നിന്ന് സീക്വൻസിലേക്ക് എങ്ങനെ മാറ്റാം. ഓക്കെ, ഇതുവരെയുള്ളത് ക്ലിയർ ആണല്ലോ. നമ്മുടെ ടെക്സ്റ്റിൽ ആദ്യത്തെ വർക്ക് നമ്മൾ ചെയ്യണം. അത് ചെയ്ത് നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കമൻസ് ഇടണം. നമുക്ക് ഈ നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കണം. ഓക്കെ, ഈ പാർട്ട് മുഴുവനായി പഠിക്കാം. അടുത്ത പാർട്ട് വരുമ്പോഴേക്ക് ഇത് നമുക്ക് ക്ലിയർ ചെയ്യണം. അത് ഒപ്പം ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മാത്സ് അവറിൻ്റെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തോളൂ, ഒപ്പം നമ്മുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തോളൂ. ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് മാത്സ് നമുക്ക് കയ്യിലേക്കാക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.